എടാ റിസൾട്ട് മറ്റന്നാ വരുത്രേ. ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ. ഹലോ ഹലോ, ആരാ? ആരടാ? ആരാന്നറിയില്ലടാ, അതൊന്നും 2 ദിവസമായിട്ട് കോൾ വന്നോണ്ടിരിക്കുക. എന്താടാ? എടാ, നമ്പറിന് ഒരാൾ ലൊക്കേഷൻ അയച്ചു. എവിടെ? എന്നാലിപ്പോ ഇതാരായിരിക്കും? എടാ ഇതിവിടെ അടുത്തുനിന്നാണല്ലോ കാണിക്കണത്. എടാ എന്നാലും ഇതിപ്പോ ആരായിരിക്കും? എന്തായാലും നമുക്കൊന്ന് പോയോക്കാവാ. ഇവിടെ ആകെ പൊന്തയല്ലോ. എടാ ലൊക്കേഷൻ തന്നെയാണല്ലോ കാണിക്കണേ. എടാ ഇതാ അബിയുടെ പണി തന്നെ. കഴിഞ്ഞ നമ്മൾ ഓനെ പ്രാങ്ക് ചെയ്തില്ലേ? ഇതവൻ റിവെഞ്ച് എടുക്കാൻ വേണ്ടി കാട്ടണാടാ. എന്തായാലും നമുക്കൊരെ കണ്ടെത്താവായോ. ഓപ്പം നമ്മളെ പേടിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇതെന്ത് കിണറാ? ഇതോടെ പിന്നെ കോള് വരുന്നു. ഫോണ് എടാ ഈ ഫോണിൽ നിന്നാണല്ലോ കോൾ വന്നോണ്ടിരിക്കണേ. ആടാ ശരിയാ, അവ അവിടെ എവിടെങ്കിലൊക്കെ ഉണ്ടാവും. ഈയടാ ഈ ഫോണിൽ നിന്ന് അതിന് ലൊക്കേഷൻ അയക്കാൻ പറ്റില്ലല്ലോ. ഈ ഡോർ ഇപ്പം എങ്ങനെ തുറന്ന്? ഇപ്പൊ മനസ്സിലായടാ, അവ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എടാ അബിയെ, ഇങ്ങോട്ട് പോന്നല്ലേ, എന്റെ നാടൊക്കെ പൊളിഞ്ഞാണോ? എടാ എന്താടാ അവിടുന്ന് ഒരു ഒച്ച എനക്കൊന്നും കേൾക്കാനില്ലല്ലോ. എടാ അത് നോക്കാം. ഇതിന്റെ മുത്തച്ഛന്റെ ഫോട്ടോ ആണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്ന്? ഇത് എന്റെ മുത്തച്ഛനാണെന്ന് നടക്കുന്ന മനസ്സിലായി. ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്, തന്നെയാള്. എടാ എൻ്റെ മുത്തശ്ശൻ എത്ര വർഷം മുമ്പേ മരിച്ച്? ഒരു 20 വർഷം മുന്നേടാ. മുത്തശ്ശൻ പണ്ടൊരു മന്ത്രവാദിയാന്ന് മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എടാ എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട് കേട്ടോ. നമുക്കധികം വേഗാണ്ട് ഇവിടുന്ന് പോവാ. ഇതൊക്കെ എന്താ? അതൊന്നും നമുക്ക് നോക്കണ്ട, ഇവിടുന്ന് പോവാ.
നിങ്ങളാരാ? നിങ്ങളാ വീടിനുള്ളിലേക്ക് പോയോ? ഞങ്ങൾ ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിക്ക് കയറി നോക്കിയതാ. അങ്ങനെ കയറാൻ പറ്റിയ വീടല്ല ഇത്. അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. അതാ അതിൻ്റെ ഉള്ളിൽ എൻ്റെ മുത്തച്ഛൻ്റെ പടം ഉണ്ടല്ലോ, അതെങ്ങനെ വന്ന്? ആദ്യമേ വീടിന്റെ ചരിത്രം അറിയണം. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു മന്ത്രവാദി ജീവിച്ചിരുന്നു. മൃഗങ്ങളെ ബലി കൊടുത്താൽ തന്റെ ശക്തി വർദ്ധിക്കുമെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. അതിനായി ധാരാളം മൃഗങ്ങളെ അയാൾ ബലി കൊടുക്കുവാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവസാനം ആ ബലി മനുഷ്യരിൽ വരെ വന്നെത്തി. ഒരിക്കൽ അയാൾ സ്വന്തം മകനെ വരെ ബലി കൊടുക്കുവാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇത് മനസ്സിലാക്കിയ മകൻ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനൊടുവിൽ ആ അച്ഛനെ കൊല്ലേണ്ടി വന്നു. അന്ന് ആ ബലി പൂർത്തിയായില്ല, പക്ഷേ ഇന്നും അത് പൂർത്തിയാവാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതിന് അതേ രക്തത്തിലുള്ള വേറെ ആരെങ്കിലും വേണം. അത് നീയാണ്. നീ ഇവിടെ വന്നത് നിന്റെ തീരുമാനം കൊണ്ടല്ല, അത് നിന്നെ ഇവിടെ കൊടുന്ന് എത്തിച്ചതാ. എടാ ഇതൊക്കെ ഉള്ളതായിരിക്കുമോ? പോടാ, അതൊക്കെ വെറുതെ പറയാണ്. നമുക്കെന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട, പോവാം. നമുക്കെന്തായാലും അവൻ്റെ പിന്നാലെ പോവാം. അപ്പോൾ നമുക്ക് വേഗം വഴി കണ്ടെത്താലോ. അവനെവിടെ? ഈ സ്ഥലത്തിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടടാ. ചോര നിൽക്കണില്ലല്ലോ. ഇവരെ നമുക്കവിടെ കൊണ്ടുപോടാ. പച്ചിനും മരുന്നെല്ലാം കിട്ടുമോ നോക്കട്ടെ. ഒരു സൗണ്ടേ കണ്ടോടാ? ഇല്ലല്ലോ. ഇടയ്ക്ക് കേക്കണ്ടോ? എടാ എന്താ പറയണ്? നീ തന്നെയാ അടുത്തത്, അങ്ങനെ പറയണ്. അതന്നെയാടാ ഞാൻ പറയണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? എടാ നമുക്കിനി ഇവിടുന്ന് പുറത്തു കിടക്കാൻ പറ്റൂലേ? എടാ നമുക്ക് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും തോന്നണില്ല. അവൻ പറഞ്ഞൊക്കെ സത്യം തന്നെ തോന്നുന്നു. അതൊക്കെ